ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ജോബ് സ്പെസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. എന്തായിരുന്നു ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മിനിമം അക്സെപ്റ്റബിൾ ക്വാളിറ്റീസ് ഫോർ എ ജോബ് എന്നുള്ളതാണ്. ജോബ് ചെയ്യുവാൻ മിനിമം ആവശ്യമായിട്ടുള്ള മിനിമം അക്സെപ്റ്റബിൾ ക്വാളിറ്റീസ് ഫോർ എ ജോബ് ആയിരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ജോബ് സ്പെസിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് റിസൾട്ടാണ്. ഒരു ജോബ് അനാലിസിസിൻ്റെ ഇമ്മീഡിയറ്റ് റിസൾട്ടാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഡീറ്റെയിൽഡ് ആയിക്കൊണ്ട് നമ്മൾ എഴുതി തയ്യാറാക്കുന്ന ഒരു ജോബ് അനാലിസിസിൻ്റെ ഡീറ്റെയിൽസിനെയാണ് എന്താ പറയുക ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് ഡിസ്കസ് ചെയ്തിരുന്നല്ലേ. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെയിം ഓഫ് ദി ജോബ്, സമ്മറി ഓഫ് ദി ജോബ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻ, ഡീറ്റെയിൽസ് ഓഫ് എക്യുപ്മെൻറ്റ്സ്, മെറ്റീരിയൽസ് ആൻഡ് ടൂൾസ് യൂസ്ഡ്, റിലേഷൻ വിത്ത് ദ അതർ ജോബ്, എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഓവറോൾ പർപ്പസ് ഓഫ് ദി ജോബ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ എ ടു സെഡ് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നതാണ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റ് നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ആ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റിനെ പറയുന്ന പേരാണ് എന്ത് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കൃത്യമായ ടൈറ്റിൽ ഉണ്ടായിരിക്കും, ലൊക്കേഷൻ ഉണ്ടായിരിക്കും, എവിടെയാണ് ജോലി, എന്താണ് ജോലി, എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്, എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്തുണ്ടായിരിക്കും അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ അതെല്ലാം ജോബ് ഡിസ്ക്രിപ്ഷൻ. അതിനുശേഷമാണ് എന്ത് ജോബ് സ്പെസിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദ മിനിമം അക്സെപ്റ്റബിൾ ക്വാളിഫിക്കേഷൻ ദാറ്റ് ദ ഇൻക്യുമൻറ്റ് മസ്റ്റ് പൊസസ് ടു പെർഫോം ദി ജോബ് സക്സസ്ഫുള്ളി. ഒരു ജോലി വിജയകരമായിട്ട് ചെയ്യുവാൻ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള മിനിമം യോഗ്യത അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ക്വാളിഫിക്കേഷൻ പറയുന്ന പേരാണെന്ത് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ ഒരു രീതിയിൽ അത് കണ്ടന്റ് ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള ഫിസിക്കലായിക്കോണം എന്തൊക്കെയാണ്, എത്ര ഹൈറ്റ് വേണം, വെയിറ്റ് വേണം, അത്രയും കാര്യങ്ങൾ. ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു സൈക്കോളജിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് സ്കില്ല് വേണോ, അനലിറ്റിക്കൽ സ്കില്ല് വേണം, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് വേണം, എബിലിറ്റി വേണം, കാര്യങ്ങൾ വേണം. അതൊക്കെയായിരുന്നു എന്ത് സൈക്കോളജിക്കൽ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. എന്നാൽ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേഴ്സണലായിട്ടുള്ള എന്തൊക്കെയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം, അതുപോലെ തന്നെ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി വേണം, മറ്റുള്ള കാര്യങ്ങൾ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, ജസ്റ്റ് ലൈക്ക് അത്തരം കാര്യങ്ങൾ. റെസ്പോൺസിബിലിറ്റീസ്, ക്വാളിഫിക്കേഷൻ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ളത്, പിന്നെ വിദ്യാഭ്യാസ യോഗ്യത എന്തൊക്കെയായിരിക്കണം, മറ്റുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നത് എന്ത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. ഇതൊക്കെയായിരുന്നു ജോബ് സ്പെസിഫിക്കേഷൻ്റെ കണ്ടൻറ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഫാക്ടറാണ് ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ. ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ, ഡിസൈൻ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ വസ്ത്രം ഡിസൈൻ ചെയ്യുന്നു പറഞ്ഞാൽ അത് എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം, കൈ ഇങ്ങനെ വരണം, കഴുത്ത് ഇങ്ങനെ വരണം, അതുപോലെ തന്നെ നെക്കിൻ്റെ സൈഡ് ഇങ്ങനെ കൊടുക്കണം, ബട്ടൺസ് ഇങ്ങനെ വേണം, പോക്കറ്റ് ഈ രീതിയിൽ വേണം. നമ്മളൊരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ. വി ആർ ക്രിയേറ്റിംഗ് എ മോഡൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു മാതൃക സൃഷ്ടിക്കുന്നു, ഒരു സംതിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന പോലെ. ഒരു ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു മൈക്കൽ ആംസ്ട്രോങ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിസൈഡിങ് on the content of the job in terms of its duties and responsibilities, on the methods to be used in carrying out the job in terms of techniques, systems and procedures, and on the relationships that should exist between the job holder and his superiors, subordinates and colleagues. Simple ആയിക്കൊണ്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിസൈഡിങ് ഓൺ ദി കണ്ടന്റ് ഓഫ് ദി ജോബ്. ഒരു ജോലി എന്ന് പറയുമ്പോൾ ആ ജോലിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് തീരുമാനിക്കുന്ന പ്രോസസ്സാണ് ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലെന്തൊക്കെ പറഞ്ഞു ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ആ ജോലിയിൽ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണുള്ളത്, എന്തൊക്കെ ഡ്യൂട്ടീസാണുള്ളത്, എന്തൊക്കെയായിരിക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന പ്രോസസ്സിനെ പറയുന്നതാണ്. അത് തീരുമാനിക്കുന്ന ഡെസിഷൻ ചെയ്യുന്ന പ്രോസസ്സാണെന്ത് ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ. ഓൺ ദി മെത്തേഡ്സ് ടു ബി യൂസ്ഡ് ഇൻ ക്യാരിങ് ഔട്ട് ദി ജോബ്. ആ ജോലി ചെയ്യുവാൻ ഏതൊക്കെ മെത്തേഡുകളാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, ഇൻ ടേംസ് ഓഫ് ടെക്നിക്സ് എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്യാൻ പറ്റുക, സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അതൊക്കെ രീതിയിൽ എന്തൊക്കെയാണ് സിസ്റ്റംസ്, പ്രൊസീജിയർ എങ്ങനെയായിരിക്കണം, ഓൺ ദി റിലേഷൻഷിപ്പ്
ദാറ്റ് ഷുഡ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ജോബ് ഹോൾഡർ ആൻഡ് ഹിസ് സുപ്പീരിയർ സബോർഡിനേറ്റ്സ് ആൻഡ് കൊളീഗ്സ്. അദ്ദേഹത്തിൻ്റെ സുപ്പീരിയേഴ്സുമായിട്ടും കൊളീഗ്സുമായിട്ടും സബോർഡിനേറ്റ്, അതെന്ന് പറഞ്ഞാൽ ഒരേ മുകളിലുള്ള ആളുകളുമായിട്ടും ഒരേ ലെവലിലുള്ള ആളുകളുമായിട്ടും താഴെ ലെവലിലുള്ള ആളുകളുമായിട്ടും ഏതൊക്കെ രീതിയിലുള്ള ബന്ധമാണ്, എങ്ങനെയായിരിക്കും ബന്ധങ്ങൾ വേണ്ടതെന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ജോലി എങ്ങനെയായിരിക്കണം, ആ ജോലിയുടെ സ്വഭാവം എന്തായിരിക്കണം, ആ ജോലി ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മാനേജറുടെ പൊസിഷനാണ് ഡിസൈൻ ചെയ്യുന്നത് കരുതുക, സങ്കല്പിക്കുക. ഒരു മാനേജറുടെ പൊസിഷനാണ്, മാനേജറുടെ ജോലിയാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഒരു മാനേജർ എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഹയസ്റ്റ് പൊസിഷനായിട്ട് നിൽക്കുന്ന ആളുകൾ. ഇപ്പോൾ ബ്രാഞ്ച് മാനേജറാണ്, ആ ബ്രാഞ്ച് മാനേജർക്ക് കേൾക്കണം ആ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഫുൾ ഇൻടേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം അല്ലേ. ഒരു സ്ഥാപനത്തിനുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽസും ഹാൻഡിൽ ചെയ്യേണ്ട ആരായിരിക്കും? ബ്രാഞ്ച് മാനേജർക്ക്. ചോദ്യങ്ങൾ മുഴുവൻ ബ്രാഞ്ച് മാനേജറുടെ വീട്ടിൽ എന്തായിരിക്കും അടുത്ത കാര്യങ്ങൾ എന്നൊക്കെ. ബ്രാഞ്ച് മാനേജറോട് ചോദ്യങ്ങൾ വരും, ആൻസറിങ് ചെയ്യേണ്ട കപ്പാസിറ്റി മാത്രമല്ല, പക്ഷെ വർക്ക് ചെയ്യുക എന്നുള്ള ആളുടെ ഉത്തരവാദിത്തത്തിന് അദ്ദേഹത്തിൻ്റെ കീഴിൽ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അവരുമായിട്ടായിരിക്കും തന്നെ വർക്ക്. ഇയാൾക്കുള്ള ചോദ്യങ്ങൾക്ക് ഇയാൾ ആൻസറും കണ്ടെത്തേണ്ടത് ഈ സബോർഡിനേറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇയാൾ ഇവരോട് ചോദിക്കുക എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തമ്മിലുള്ള റിലേഷൻ, സബോർഡിനേറ്റ് എന്ത് ചെയ്യണം, ഇയാളുടെ റിപ്പോർട്ട് ചെയ്യണം. ബ്രാഞ്ച് മാനേജറോട് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ബ്രാഞ്ച് മാനേജർ ആരോട് റിപ്പോർട്ട് ചെയ്യും? അദ്ദേഹത്തിൻ്റെ ഹയർ പൊസിഷനിലുള്ള ഡിവിഷണൽ മാനേജറോ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എന്ത് ചെയ്യും, അവർക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടും. ഇങ്ങനെ ഒരു സീക്വൻസ് ഓഫ് വർക്ക്. അത് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ആവശ്യമുണ്ടായിരിക്കും. അതിനെന്തൊക്കെയായിരിക്കും? പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി വേണ്ടിയിരിക്കും, അബിലിറ്റി വേണ്ടിയിരിക്കും, ഡെസിഷൻ മേക്കിംഗ് അബിലിറ്റി വേണ്ടിയിരിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാകും. ഇങ്ങനെ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കണ്ടൻറ്റും മറ്റ് ആസ്പെക്ട്സൊക്കെ ഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സിനാണ് പറയുന്ന പേരാണിത്. ഈ പ്രോസസ്സാണിത് ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ജോബ് ഡിസൈൻ ഈസ് ടു ഇൻറ്റഗ്രേറ്റ് ദ നീഡ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. എന്താണ് ജോബ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്റ് ദ നീഡ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ. ആളുകളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ എന്ത് ചെയ്യുക, ആവശ്യം സ്ഥാപനത്തിൻ്റെ റിക്വയർമെൻറ്റ് തമ്മിൽ എന്ത് ചെയ്യുക, ഒരു കണക്ഷൻ ഉണ്ടാക്കുക. സ്ഥാപനം ആഗ്രഹിക്കുന്നതും ഇവരുടെ സ്ഥാപനത്തിൻ്റെ റിക്വയർമെൻറ്റും ആവശ്യപ്പെടുന്നതും ഇവർ തമ്മിലുള്ള നീഡും തമ്മിൽ എന്ത് ഉണ്ടാക്കാം. Individual needs compromise, job satisfaction, achievement and challenge. Organization requirement include high productivity, technical efficiency and quality. എന്ന് പറഞ്ഞാൽ സാധാരണ വ്യക്തികൾ ആഗ്രഹിക്കുന്നത്, ഇപ്പം ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം തരാം നല്ലൊരു ജോലി കിട്ടണം, മനസ്സമാധാനമുള്ളൊരു ജോലി കിട്ടണം, ജോലി ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കണം അല്ലേ. നമുക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഐ ഫീൽ ദാറ്റ് ഐ എം സാറ്റിസ്ഫൈഡ്, നല്ല ജോലിയായിരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യണം. ജോബ് കഴിയുന്നതോട് കൂടിയിട്ട് നമുക്കൊരു മടുപ്പും മനപ്രയാസവും. നമുക്ക് നാളെ എന്ത് ചെയ്യണം, ദ നെക്സ്റ്റ് ഡേ വി ഓൾസോ ഹാവ് ടു ആൻ ഇൻട്രസ്റ്റ് ടു ഗോ ദാറ്റ് വർക്ക്. ഈ ജോലിയിലേക്ക് നാളെ കൂടി പോകുവാനുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ ജോലിയിൽ നമ്മൾ 100% നമ്മൾ സമർപ്പിച്ചുകൊണ്ടുള്ള വർക്ക് ചെയ്യുള്ളൂ. ഇനി നമുക്ക് പോകാൻ താല്പര്യമില്ല, വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, നമുക്ക് അതിനോട് തീരെ ഇൻട്രസ്റ്റ് ഇല്ല, മടുപ്പാണ്, മാനസികമായിട്ട് നമ്മൾ വലിയ പ്രയാസത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുള്ളൂ, ആ ജോലിക്ക് പോകാക്കാൻ നല്ലത്, അത് ശരിയാക്കില്ല, ബോറിംഗ് ആണ്, ഇതാണ് എന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, അതിനെ കണക്കാക്കപ്പെടുക. അപ്പോൾ എന്തായിരിക്കണം, ഈ രീതിയിൽ ആളുകൾക്ക് എന്തുണ്ടായിരിക്കണം, കൃത്യമായിട്ട് ആളുകൾ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ളതായിരിക്കണം. അങ്ങനെ അപ്പോൾ ജോബ് ഡിസൈൻ ചെയ്ത സമയത്ത് കൃത്യമായിട്ട് എന്തുണ്ടായിരിക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതാക്കണം. അതുകൊണ്ട് തന്നെ 3 സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് ഇതാക്കണം. ദ സ്പെസിഫിക്കേഷൻ ഓഫ് ടാസ്ക്, എന്താണ് ജോലി, ടാസ്ക് എന്താണ് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം. ദ സ്പെസിഫിക്കേഷൻ ഓഫ് മെത്തേഡ്സ് ടു ബി യൂസ്ഡ് ടു പെർഫോം ഈച്ച് ടാസ്ക്, ഓരോ ജോലിയും ചെയ്യാൻ ഏത് രീതിയിലുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യുന്ന കൃത്യമായിട്ട് ഇന്ന് ജോബ് ഡിസൈൻ ചെയ്ത സമയത്ത് പറയണം. ദ കോമ്പിനേഷൻ ഓഫ് ടാസ്ക് ഇൻ ടു സ്പെസിഫിക് ജോബ്, ഓരോ ജോലിക്കും നമുക്ക് ടാസ്കുകൾ കോമ്പിനേഷനായിട്ട് ചെയ്യേണ്ടി വരും, ആ കോമ്പിനേഷനും എന്ന് കൃത്യമാണ്. അപ്പോൾ എന്താണ് ടാസ്ക് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം, ആ സ്പെസിഫിക്കേഷൻ ഓരോ ടാസ്കും ചെയ്യാൻ. സ്പെസിഫിക്കേഷൻ ഓഫ് ദി മെത്തേഡ്സ് ടു ബി യൂസ്ഡ് ടു പെർഫോം ഈച്ച് ടാസ്ക്, ഓരോ ടാസ്കും പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. നെക്സ്റ്റാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ജോബ് ഡിസൈൻ. ഒരു ജോബ് ഡിസൈനിങ്ങിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് ബാധിക്കുക, ജോലി ഡിസൈൻ ചെയ്ത സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ഫാക്ടേഴ്സ് എന്നുള്ള. ഇത് ഫസ്റ്റ് വൺ ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ്, ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫാക്ടേഴ്സാണ്. ഇത് ഫസ്റ്റ് വണ്ണാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണിത് ടാസ്ക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടാസ്ക് ആർ കമ്പൈൻഡ് ടുഗദർ ടു ഫോം എ ജോബ് ഓർ ഗ്രൂപ്പ് ഓഫ് ജോബ്. ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോലിയിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉൾപ്പെടെ ജോലി ചെയ്യണം. ഇപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള ജോലി ചെയ്യുകയാണെങ്കിൽ വെറും പഠിപ്പിക്കൽ മാത്രമല്ല ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, അധ്യാപക ജോലി വെറും പഠിപ്പിക്കൽ മാത്രമല്ല, കോളേജിലുള്ള കുട്ടികളുടെ അറ്റൻഡൻസ് കീപ്പ് ചെയ്യണം, അവരുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് തന്നെ സൂക്ഷിക്കണം.
കോളേജിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ആർട്സ് ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, മറ്റുള്ള ഫാക്ടേഴ്സ് കാര്യങ്ങൾ, അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ കുറേ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യേണ്ടി വരും. ഇതൊക്കെ അവരുടെ ജോലിയുടെ ഭാഗമാണ്. ഒരൊറ്റ ജോലി മാത്രമല്ല, ഗ്രൂപ്പ് ഓഫ് ടാസ്ക് കൂടിയതായിരിക്കുന്നുണ്ടായിരിക്കുക ഒരു ജോബ് എന്ന് പറഞ്ഞാൽ. ഒരു ജോബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഓൺലി വൺ ടാസ്ക്, ഇറ്റ് ഈസ് കമ്പയർഡ് ടു മെനി ടാസ്ക്. ഒരുപാട് ജോലികൾ കൂടി ചേർന്നേക്കണം ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് വർക്കുകൾ കൂടി ചേർന്നേക്കണം. അപ്പോൾ ഇറ്റ് ഈസ് ഡൺ ബൈ ആൻ ഐഡിയൽ ജോബ് ഡിസൈൻ ഷുഡ് ഇൻറ്റഗ്രേറ്റ് ദ 3 elements ഇൻ ദി ടാസ്ക്. 3 ടാസ്കുകളുടെ 3 കാര്യങ്ങൾ കൂടി ചേർന്നേക്കാം. ഒന്ന് പ്ലാനിങ്, എക്സിക്യൂഷൻ ആൻഡ് കൺട്രോളിങ്. 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്ലാനിങ്. കൃത്യമായിട്ട് എന്താണ് പ്ലാനിങ്? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ് ഓഫ് ഡിസൈഡിങ് ഇസ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം എ ഗ്രൂപ്പ് ഓഫ് ആൾട്ടർനേറ്റീവ്സ് ടു പെർഫോം എ ടാസ്ക് മോർ എഫിഷ്യൻ്റ്ലി. ഒരു ജോബ്, ഒരു ടാസ്ക് എഫിഷ്യൻ്റ് ആയിക്കൊണ്ട് കൃത്യമായിട്ട് ചെയ്യുവാൻ നമുക്ക് മുന്നിലുള്ള 3, ഇപ്പോൾ ഒരുപാട് നമ്മൾ മുന്നുണ്ടാകും. ഒന്നെങ്കിൽ ഇങ്ങനെ പോകാം, ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇപ്പോൾ ഈ രീതിയിൽ ചെയ്യാം, ആ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഒരു 3-4 ഓപ്ഷൻസ് ഉണ്ട് ഒരു ജോലി ചെയ്യാൻ. ഇതിൽ നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമുക്കത് ഉഷാറായിട്ട് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. 4 ഓപ്ഷനിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോഴാണല്ലോ അത് സക്സസ് ആയി, നല്ല തീരുമാനമായി എന്ന് പറയപ്പെടാം. അല്ലാതെ 4 ഓപ്ഷനും കൂടി നമ്മൾ ഒരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കില്ല. 4 ഓപ്ഷനിൽ നിന്ന് എന്ത് ചെയ്യും ബെസ്റ്റായിട്ടുള്ള. അപ്പോൾ നമ്മളൊരു കണക്കിലെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്, നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും ഈ മെത്തേഡും ചെയ്യുക, ആ മെത്തേഡും ചെയ്യുക എന്ന് പറയും. ഈ മെത്തേഡായിട്ട് ഒന്നും കൂടി സിമ്പിളായിട്ടുള്ള മെത്തേഡ്, ഈ മെത്തേഡ് യൂസ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. ഷോർട്ട് കട്ട്സ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ഷോർട്ട് കട്ടായിട്ടുള്ള മെത്തേഡ് എന്ന പോലെ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡിസൈഡിങ് ദി ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം എ ഗ്രൂപ്പ് ഓഫ് ആൾട്ടർനേറ്റീവ്സ് ടു പെർഫോം എ ടാസ്ക് മോർ എഫിഷ്യൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഡിസൈഡിങ് ദി ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം എ ഗ്രൂപ്പ് ഓഫ് ആൾട്ടർനേറ്റീവ്സ് ടു പെർഫോം എ ടാസ്ക് മോർ എഫിഷ്യൻ്റ്ലി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ ഓഫ് ടൈം ആൻഡ് റിസോഴ്സ് റിക്വയർഡ് പർട്ടിക്കുലർ ടാസ്ക്. ഒരു ജോലി ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള സമയവും അതിനാവശ്യമായിട്ടുള്ള സോഴ്സും എന്ത് ചെയ്യുക, റിസോഴ്സുകളും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ എക്സിക്യൂഷൻ. എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നടപ്പിലാക്കാൻ പോകുന്നു. കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കൃത്യമായിട്ട് മോണിറ്ററിങ് ചെയ്യുക. അത് പെർഫോമൻസ് ഷുഡ് ബി മോണിറ്റേർഡ്, കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുന്നു, ഒരു സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. അതാണ് നമ്മൾ പ്ലാൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡീവിയേഷൻ, കമ്പാരിസൺ ബിറ്റ്വീൻ ദി ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. ഇഫ് ദർ ഈസ് എ വൈഡ് വേരിയേഷൻ അത് റെക്ടിഫൈ ചെയ്യുന്നു. അതാണ് കൺട്രോളിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്താണ് ഫ്ലോ ഓഫ് വർക്ക് അല്ലെ. ഫ്ലോ ഓഫ് വർക്ക് എന്താണ്? ദ നാച്ചർ ഓഫ് പ്രോഡക്റ്റ് ഇൻഫ്ലുവൻസ് ദ ഫ്ലോ ഓഫ് വർക്ക് ഇൻ ദി ഓർഗനൈസേഷൻ. ദിസ് ആർ ദി സീക്വൻസ് ഓഫ് ജോബ് ആൻഡ് ദ ബാലൻസ് ബിറ്റ്വീൻ ദി ജോബ്. ഒരു ജോലി എങ്ങനെ പോകണം, ആദ്യം എന്ത് ചെയ്യണം, രണ്ടാമത് എന്ത് ചെയ്യണം, മൂന്നാമത് എന്ത് ചെയ്യണം എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കലാണ് എന്ത് ഫ്ലോ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ. അത് ജോബ് ഡിസൈൻ ചെയ്യുമ്പോഴാണ് ആദ്യം എന്ത് ചെയ്യണം, ആദ്യം ഇന്ന് ചെയ്യണം, രണ്ടാമത് ഇങ്ങനെ ചെയ്യണം, മൂന്നാമത് ഇങ്ങനെ ചെയ്യണം. മൂന്നാമതാണ് ഈ എർഗണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എർഗണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു സ്കൂളറിൻ്റെ ഡെഫിനേഷൻ ഒന്നുണ്ട്. എർഗണോമിക്സ് ഷേപ്പിംഗ് എ ജോബ് ടു ഫിറ്റ് ദ ഫിസിക്കൽ എബിലിറ്റീസ് ആൻഡ് ക്യാരക്ടേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ സോ ദാറ്റ് ദേ ക്യാൻ പെർഫോം ദെയർ ജോബ് ഇഫക്റ്റീവ്ലി. ഒരു ജോലി ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള, ഒരു ജോലി സക്സസ്ഫുള്ളായിട്ട് ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഫിസിക്കൽ എബിലിറ്റീസും ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സുമാണ് എന്ത് എർഗണോമിക്സ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോലീസുകാരൻ്റെ ഒരു ജോലി ചെയ്യുവാൻ ഇത്ര ഹൈറ്റുള്ള ഒരാൾ വേണ്ടി വരും, ഇത്രക്ക് ഹൈറ്റ് നിർബന്ധമായിരിക്കും, അയാൾക്ക് ശാരീരികമായിട്ട് അവശതകൾ ഉണ്ടാകാൻ പറ്റില്ല. നമ്മൾ പട്ടാളത്തിലേക്ക് ആളുകൾ സെലക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആർമിയിലേക്ക്, ഇന്ത്യൻ ആർമിയിലേക്ക് ആളുകൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ എങ്ങനെയാണ്? എല്ലാവർക്കും പറ്റി പട്ടാളത്തിൽ ചേരാൻ പറ്റില്ല. അതിന് കൃത്യമായ ഹൈറ്റും വെയ്റ്റും ഫിസിക്കൽ ടെസ്റ്റും ചാലഞ്ചസും റണ്ണിങ്ങും ഒക്കെ നടത്തി അത്രത്തോളം ഫിറ്റായിട്ടുള്ള ആളുകൾ എന്തെയുള്ളൂ ഇന്ത്യൻ ആർമിയിലേക്ക് എടുക്കുള്ളൂ. ബിക്കോസ് എന്താണ്, അതിൻ്റെ ശൈലി, ഒരു വ്യക്തിക്ക് ആ സക്സസ്ഫുൾ ആയിട്ട് ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഫിസിക്കൽ എബിലിറ്റീസും കപ്പാസിറ്റി എന്താണ് എക്കണോമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ഷേപ്പിംഗ് എ ജോബ്, ഒരു ജോബ് എന്ത് ഷേപ്പ് ചെയ്യുന്നു ടു ഫിറ്റ് ദ ഫിസിക്കൽ എബിലിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെയും അതുപോലെ തന്നെ ഫിസിക്കൽ എബിലിറ്റീസിനെയും ക്യാരക്ടറിസ്റ്റിക്സിനെയും ഷേപ്പ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ് ഷേപ്പ് ചെയ്യുന്നത്? സോ ദാറ്റ് ദേ ക്യാൻ പെർഫോം ദിസ് ജോബ് സക്സസ്ഫുള്ളി അല്ലെങ്കിൽ ഇഫക്റ്റീവ്ലി. എന്നാൽ എന്ത് ചെയ്യുള്ളൂ, അവർക്ക് ആ ജോബ് കൃത്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളത്. സാധാരണത്താണ് വർക്ക് പ്രാക്ടീസ് എന്നുള്ളതാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അത് എൻവയോൺമെൻറ്റ് ഓർഗനൈസേഷൻ ഫാക്ടേഴ്സാണ്. ദെൻ പിന്നുള്ളതാണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽപ്പെട്ട ഫാക്ടേഴ്സാണ് എന്ത്
അതിൽപ്പെട്ടാണ് അവൈലബിലിറ്റി ആൻഡ് എബിലിറ്റീസ് ഓഫ് വർക്കേഴ്സ്. ഒരു ജോലിക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ആ ജോലിക്ക് ആളുകൾ അവൈലബിലിറ്റി ഉണ്ട്, അപ്പോൾ എത്രത്തോളം ആ ജോലി ആളുകളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അവൈലബിലിറ്റി ആൻഡ് എബിലിറ്റി ഓഫ് വർക്കേഴ്സ് is one of the important factors to be considered while designing the job. ഡിസൈൻ എ ജോബ്, ഒരു ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഫാക്ടറാണ് അവൈലബിലിറ്റി ആൻഡ് എബിലിറ്റീസ് ഓഫ് വർക്കേഴ്സ്. എത്രത്തോളം ജോലിക്ക് ആളുകൾ അവൈലബിലിറ്റിയാണ്. അതുപോലെ തന്നെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ എക്സ്പെക്റ്റേഷൻ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ആളുകളുടെ എക്സ്പെക്റ്റേഷൻ പൂർത്തീകരിക്കാൻ ഏകദേശം എന്തെങ്കിലും നമ്മൾ കഴിയണം. ഇപ്പോൾ നമ്മളുണ്ടാകും ഇന്ന ജോലി, നമ്മൾ ആദ്യം പറയും അല്ലേ, മാനേജറുടെ പോസ്റ്റാണ്, അപ്പോൾ ഒരു 8 മണിക്കൂർ ജോലിയൊക്കെ കാണുള്ളൂ, അല്ലെങ്കിൽ എത്ര സമയം നമുക്ക് റെസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ ഇന്ന ഫാക്ടറീസൊക്കെ കിട്ടും, ഇന്ന അലവൻസസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ രീതിയിൽ ആളുകളുടെ എക്സ്പെക്റ്റേഷൻ ഉണ്ടാകും. ഹോളിഡേ ആണെങ്കിലും വർക്കിംഗ് ഹവേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ വെക്കേഷൻ ആണെങ്കിലും റിലീജിയസ് ബിലീഫ്സ്, ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സൊക്കെ എന്ത് ചെയ്യണം, ഒരു ജോലി നമ്മൾ ഇതാക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, ഷുഡ് ബി കൺസിഡർഡ് എന്നുള്ള അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. പിന്നെ മൂന്നാമത്തെ മെയിൻ പോയിൻ്റാണ് ബിഹേവിയറൽ ഫാക്ടേഴ്സ്. അപ്പോൾ ആദ്യത്തെ നമ്മളിപ്പോൾ ഓർഗനൈസേഷൻ ഫാക്ടറാണ്, അതിൽപ്പെട്ട ഒരു സബ് പോയിൻ്റ് ആയിരുന്നത് ടാസ്ക് ഫീച്ചേഴ്സിനുള്ളിൽ പെട്ട കാര്യങ്ങളായിരുന്നു പ്ലാനിങ്, എക്സിക്യൂഷൻ ആൻഡ് കൺട്രോളിങ്. അത് രണ്ടാമത്തെ പോയിൻ്റ് ആയിരുന്നു ഫ്ലോ ഓഫ് വർക്ക്, മൂന്നാമത്തെ എക്കണോമിക്സ്, നാലാമത്തെ വർക്കിംഗ് പ്രാക്ടീസ്. രണ്ടാമത്തെ മെയിൻ പോയിൻ്റ് ആയിരുന്നു എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതിൽപ്പെട്ടായിരുന്നു അവൈലബിലിറ്റി ആൻഡ് എബിലിറ്റീസ് ഓഫ് വർക്കേഴ്സും കൾച്ചറൽ ആൻഡ് സോഷ്യൽ എക്സ്പെക്റ്റേഷൻ. മൂന്നാമത്തെ മെയിൻ പോയിൻ്റാണ് ബിഹേവിയറൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സോഷ്യലും സൈക്കോളജിക്കലും ആയിട്ടുള്ള നീഡ്സിന് എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ജോലി അവർക്ക് മോട്ടിവേഷൻ ചെയ്യണം, സാറ്റിസ്ഫാക്ഷൻ ചെയ്യണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൃത്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യുള്ളൂ, ആ ജോലി കൃത്യമായിട്ട് സക്സസ്ഫുള്ളായിട്ട് ചെയ്യുവാനുള്ള ഒരു എബിലിറ്റി, കപ്പാസിറ്റി ഉണ്ടാകുന്നില്ല. ഇനി ഇതിൻ്റെ അടുത്ത ഇതാണ് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് ജോബ് ഡിസൈൻ. ഒരു ജോബ് ഡിസൈനിൻ്റെ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയായിരിക്കും മെത്തേഡ്സ് എന്നുള്ളതാണ്. ജോബ് ഡിസൈൻ, ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ജോബിൽ കിടന്ന് കറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്, ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദി നാച്ചർ ഓഫ് ജോബ്. ഇറ്റ് ഈസ് പീരിയോഡിക്കലി അസൈനിങ് എംപ്ലോയീസ് ടു ആൾട്ടർനേറ്റീവ് ജോബ് ഓർ ടാസ്ക്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മാറ്റുക, വിത്തൗട്ട് ചേഞ്ചിങ് ദ നാച്ചർ ഓഫ് ജോബ്. അതിലെന്തില്ല, ആ ജോലിയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരുത്താതെ ഒരു ജോലിയിൽ നിന്ന് മറ്റു ജോലിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാൽ, ഒരു പഞ്ചായത്ത് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ക്ലർക്കുമാരിങ്ങനെ കാണാൻ പറ്റും. LD ക്ലർക്ക് 1, LD ക്ലർക്ക് 2, LD ക്ലർക്ക് 3. ഇപ്പോൾ ഒരാൾക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യാൻ, ഒരാൾക്ക് മറ്റേ റവന്യൂമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരിക. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ടാക്സ്, മറ്റുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് മീൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ടായിരിക്കും, റവന്യൂ ഉണ്ടായിരിക്കും. ഒരാൾക്ക് രജിസ്ട്രേഷൻ ആയിക്കാരം, മരണം, ജനനം, അത്തരത്തിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരാൾക്ക് പഞ്ചായത്തിലുള്ള മറ്റുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ. 4 ആളെ ഡ്യൂട്ടി എന്താണ്, ക്ലറിക്കൽ ഡ്യൂട്ടിയാണ്. സ്വഭാവം ഒന്നാണ്, ക്ലറിക്കൽ ഡ്യൂട്ടിയാണ് 4 ആൾക്കുള്ളത്. പക്ഷേ 4 ആളും ഹാൻഡിൽ ചെയ്യുന്ന എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ. ഒരാൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അവിടുത്തെ എത്ര സ്റ്റാഫുണ്ട്, അവരുടെ ശമ്പളം, കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുമ്പോൾ മറ്റേ ആൾ എന്താണ്, ടാക്സ്, റവന്യൂസ്, വരുമാനങ്ങൾ, കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഡീൽ ചെയ്യുന്നു. മറ്റേ ആൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലൈസൻസ് കാര്യങ്ങൾ, രജിസ്ട്രേഷന് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നു. ഇങ്ങനെ 4 ആൾക്കാർ 4 രീതിയിലുള്ള ജോലിക്കാരും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓരോ മാസവും ഓരോ ആളുകളെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് എന്ത് ചെയ്യുക, ജോബ് റൊട്ടേഷൻ എന്ന് പറയാം. ഇപ്പം ഞാൻ ഈ മാസം എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്തു, അടുത്ത മാസം ഞാൻ എന്ത് ചെയ്യുന്നു, രജിസ്ട്രേഷനിൽ ഹാൻഡിൽ ചെയ്യുന്നു. പിറ്റത്തെ മാസം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയുക, റവന്യൂ സെക്ഷനിലേക്ക് ഞാൻ ജോലി ചെയ്യുന്നു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ആൾട്ടർനേറ്റീവ് ആയിക്കൊണ്ട് ജോബ് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടുള്ള മെച്ചം എന്താണ്, എനിക്ക് എല്ലാ ജോലിയെക്കുറിച്ചും എന്ത് ചെയ്യുന്നു, ഒരു ഏകദേശം എന്ത് ചെയ്യുന്നു, ഐ ക്യാൻ മേക്ക് ആൻ ഐഡിയ അബൌട്ട് ഓവറോൾ ജോബ് ഓഫ് ദി ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനകത്തുള്ള എല്ലാ ജോലിനെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഒരാൾ ലീവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ആ സെക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ. കാരണം എനിക്ക് ഐഡിയ ഉണ്ട്, ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റും. അത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഐ കോണ്ട് ബി എക്സ്പേർട്ട് ഇൻ എനി ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും എന്താവില്ല, അല്ലെങ്കിൽ ഒരു മേഖലയിലും ഞാൻ എക്സ്പേർട്ടായിട്ട് എനിക്ക് മാറാൻ കഴിയില്ല. കാരണം എന്താണ്, നമ്മളതിൽ എക്സ്പേർട്ട് ആവില്ല, നമ്മളെല്ലാത്തും പറ്റിയൊരു ഐഡിയ ഉണ്ടാവുള്ളൂ. എക്സ്പേർട്ടാണെങ്കിൽ സ്ഥിരമായിട്ട് എന്ത് ചെയ്യണം, ആ ജോലി പെർഫോം ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് നോവിങ് വെറൈറ്റി ഓഫ് ജോബ് ടു ഇംപ്രൂവ് വർക്കേഴ്സ് സെൽഫ് ഇമേജ് പ്രൊവൈഡ്സ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് മേക്സ് ദി വർക്കേഴ്സ് മോർ വാല്യബിൾ ടു ദി ഓർഗനൈസേഷൻ. ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് എല്ലാ മേഖലയെ കുറിച്ചൊരു ഐഡിയ ലഭിക്കും. ഓർഗനൈസേഷൻ സമയത്ത് അവർ വാല്യബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, മറ്റേ ലീവായാലും പ്രശ്നം ഇയാളെ ഹാൻഡിൽ ചെയ്തോളും എന്നുള്ളതുകൊണ്ടെന്നാണ് ഓർഗനൈസേഷൻ സംബന്ധിച്ചോളം അത് വലിയൊരു ഇതായിട്ട് കാണപ്പെടുന്നു. ഓക്കെ,
രണ്ടാമത്താണ് ജോബ് സിംപ്ലിഫിക്കേഷൻ. ജോബ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കംപ്ലീറ്റ് ജോബ് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മാൾ സബ് പാർട്ട്. ദിസ് ഈസ് ഡൺ സോ ദാറ്റ് ദ എംപ്ലോയി ക്യാൻ ഡു ദിസ് ജോബ്സ് വിതൗട്ട് മച്ച് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്. ഫോർ ദ ജോബ് സിംപ്ലിഫിക്കേഷൻ ജനറലി ടൈം ആൻഡ് മോഷൻ സ്റ്റഡി സർവീസ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ജോലി എന്ത് ചെയ്യുക, ചെറിയ ചെറിയ സബ് പാർട്ടുകളായിട്ട് എന്ത് ചെയ്യുക, ചുരുക്കിയിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ വലിയൊരു കല്യാണം ഇവൻ്റ് ഒരാൾ ടീം ഏറ്റെടുക്കുകയാണ്. ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം എന്ന് അതാണ് അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇവൻ്റ് ഏറ്റെടുക്കുന്നു. ഈ ഇവൻ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഇവൻറ്റിലെ പല ഭാഗങ്ങളും പല ആളുകൾക്കും വീര്യം വെച്ച് കൊടുക്കുന്നു. ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനുള്ള വേറെ ടീമിനെ ഏൽപ്പിച്ച് കൊടുക്കുന്നു, സബ് കൊടുക്കുന്നു, സപ്ലൈക്ക് വേറെ ടീമിന് കൊടുക്കുന്നു, അതേപോലെ തന്നെ വെൽക്കം ചെയ്യാനുള്ള ആളുകൾക്ക് വേറെ കൊടുക്കുന്നു, ഈവൻ്റ് അവിടെയുള്ള പ്രോഗ്രാംസ് കണ്ട് ഏറ്റവും വേറെ ടീം. ഇങ്ങനെ ഓരോ ജോലിയെ ഷിഫ്റ്റ് ആയിക്കൊണ്ട് ഓരോ ടീമുകളെ സബ് പാർട്ടുകളായിട്ട് തിരിക്കണം. ഇങ്ങനെ പറയുന്നത് നമ്മൾ ജോബ് സിംപ്ലിഫൈ ചെയ്യുന്നു, ജോലി ചെറുതാക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഗിവൺ ജോബ് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻടു സ്മാൾ പാർട്ട്. ഒരു ജോലി എന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു, മുറിക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് എന്താണ്, വലിയ ട്രെയിനിങ്ങോ കാര്യങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല, ആൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തുന്നു. മൂന്നാമത്താണ് എന്താണ്, ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർ മീൻസ് ഓഫ് ഇൻക്രീസിങ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ വിത്ത് റുട്ടീൻസ് ജോബ് ഇസ് ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് ടാസ്ക് പെർഫോംഡ്, ഇൻക്രീസിങ് ദി സ്കോപ്പ് ഓഫ് ദി ജോബ് എന്ന് പറയുന്നത് എന്താണ്, ജോലിയോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, അഡീഷണൽ ആയിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നിലവിലുള്ള ജോബിലോട് കൂടി സ്കോപ്പ് ആഡ് ചെയ്യുന്നു, വൈഡനിങ് ചെയ്യുന്നു സ്കോപ്പ് ഓഫ് ദി ജോബ് എന്ന് പറഞ്ഞാൽ ആഡ് നോർ ജോബ് ഓർ വൈഡനിങ് ദി സ്കോപ്പ് ഓഫ് ദി ജോബ്. അതാണ് സിമ്പിളായി കൊണ്ട് എന്ത് ചെയ്യുക, ആഡിങ് മോർ ഡ്യൂട്ടീസ് ടു എക്സിസ്റ്റിംഗ് ജോബ് ആൻഡ് വൈഡനിങ് ദി സ്കോപ്പ് ഓഫ് ജോബ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു അധ്യാപകൻ്റെ ജോലി 14 മണിക്കൂറേ ജോലിയുള്ളൂ, 14 മണിക്കൂർ ജോലിയുള്ളൂ. അപ്പോൾ വേറെ ഉണ്ടാക്കാൻ പെട്ടെന്ന് എന്ത് ചെയ്തു, പെട്ടെന്ന് ലീവ് എടുത്ത് പോകേണ്ടി വന്നു. അപ്പോൾ 2 മാസം ഒഴിവ് വരികയാണ്. അപ്പോൾ ഇയാളോട് പറയും, നിലവിൽ നിങ്ങൾ 14 മണിക്കൂറിൽ ഹാൻഡിൽ ചെയ്യണം, ഈ സാറിൻ്റെ 2 മണിക്കൂർ കൂടി നിങ്ങൾ എടുത്തിട്ട് ഒരു 16 മണിക്കൂറായിട്ട് നിങ്ങൾക്ക് ഡ്യൂട്ടി ആഡ് ചെയ്യേണ്ടി കേട്ടോ. നമ്മൾ സ്കോപ്പ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം, 16 മണിക്കൂറായിട്ട് എന്ത് ചെയ്യുന്നു, ഉയർത്തുന്നു. പക്ഷേ അഡീഷണൽ ആയിട്ട് ഇയാൾക്കൊന്നൊന്നുമില്ല, ബെനിഫിറ്റോ കാര്യങ്ങളൊന്നും ഇതിലൂടെ ലഭിക്കുന്നില്ല. അഡീഷണലി സ്കോപ്പ് സ്കോപ്പ് കൂട്ടുന്നതേ ഉള്ളൂ, വേറെ ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല, ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. റെഡ്യൂസ് ദ മൊണോട്ടണി ആൻഡ് ഫ്രീഡം ബൈ പ്രൊവൈഡിങ് ദി എംപ്ലോയി ഫുൾ ഫ്ലെഡ്ജ് ടു പെർഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, സാമ്പത്തികപരമായിട്ട് വലിയ അഡ്വാൻറ്റേജോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നൊരു ജോലി അഡീഷണൽ കൊടുക്കുക എന്നുള്ളൂ. നെക്സ്റ്റ് ആണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ജോബ് എൻറിച്ച്മെൻറ്റ് നാലാമത്താണെന്ത്, ജോബ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ജോബ് റൊട്ടേഷൻ, രണ്ടാമത്തെ ജോബ് സിംപ്ലിഫിക്കേഷൻ, മൂന്നാമത്തെ ജോബ് എൻലാർജ്മെൻറ്റ്, നാലാമത്താണ് ജോബ് എൻറിച്ച്മെൻറ്റ്. അക്കോർഡിംഗ് ടു പി റോബിൻസ്, job enrichment refers to the vertical expansion of the job. It increases the degree to which the worker controls the planning, execution and evaluation of his work. എന്ന് പറഞ്ഞാൽ എന്താണ്, കുത്തനതാക്കെന്ന് പറഞ്ഞാൽ എന്താണ്, അയാളെ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഫുൾ ഡെസിഷൻസ് എടുക്കാനുള്ള അധികാരം ഒരു എംപ്ലോയിക്ക് കൊടുക്കുകയാണെങ്കിൽ അതാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയും. കൺട്രോളിങ് അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ജോലി പ്ലാൻ ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നതൊക്കെ എംപ്ലോയിന്. അയാൾക്ക് തന്നെ ഡെസിഷൻ എടുക്കാൻ, തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റിയും കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതുതന്നെയാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുക. ഇപ്പോൾ തീരുമാനിച്ചാൽ മതി കാര്യങ്ങളൊക്കെ നീ ഹാൻഡിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് അധികാരം കൊടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണിത് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ജോബ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് പ്രൊവൈഡ്സ് ടു വർക്കർ ഗ്രേറ്റർ ഫ്രീഡം ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഹിസ് പെർഫോമൻസ്. എന്ത് ചെയ്യുന്നു, ഒരു ജോലി പ്ലാൻ ചെയ്യുവാനും വർക്ക് ചെയ്യുവാനും ഒക്കെ കൃത്യമായിട്ട് അധികാരം കൊടുക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണിത് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഫ്രീഡം കൊടുക്കുന്നത്, കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻ ജോബ് എൻറിച്ച്മെൻറ്റ് ദ എംപ്ലോയി ഡസ് മോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് വിത്ത് ലെസ് സൂപ്പർവിഷൻ. എന്താണ് കൂടുതലായി ജോബ് എൻറിച്ച്മെൻറ്റ് എന്ത് ചെയ്യുന്നു, എംപ്ലോയിക്ക് കൂടുതൽ പ്ലാനിങ്ങിനും കൺട്രോളിങ്ങും എന്താക്കുന്നു, അതുപോലെ എന്ത് ചെയ്യുന്നു, ലെസ് സൂപ്പർവിഷൻ, അയാൾ സൂപ്പർവൈസറിനെ കുറക്കുന്നു. അതേപോലെ തന്നെ മോർ സെൽഫ് ഇവാലുവേഷൻ, അയാൾക്ക് സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, അയാൾക്ക് കൂടുതൽ അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ പരിഗണന കൊടുക്കുന്നു, അയാൾക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അയാൾ തന്നെയാണ് കാര്യങ്ങൾ കൊടുക്കുന്നത്. അയാളെ കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ പ്രഷറൈസ് ചെയ്യുക കാര്യങ്ങളൊന്നുമില്ല, അയാൾക്ക് എല്ലാ അധികാരങ്ങളും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആത്മാഭിമാനം ഉണ്ടാവും, ഇത് എൻ്റെ സ്ഥാപനമാണ്, ഐ ഹാവ് ദി മോർ പവർ എന്നുള്ള ഒരു ചിന്താഗതി എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, the concept of job enrichment has been derived from the Hesberg two-factor theory of motivation. Two-factor theory എന്നാണ് ഈ കോൺസെപ്റ്റ് ഡിറൈവ് ചെയ്യുന്നത്, in which he has suggested that job content is one of the basic factors of motivation. If the job is designed in such a manner that it becomes more interesting and challenging to the job performer and provides his opportunities for achievement, recognition, responsibility, advancement and growth,
ദ ജോബ് ഇറ്റ് സെൽഫ് ബിക്കം എ സോഴ്സ് ഓഫ് മോട്ടിവേഷൻ ഫോർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പരിഗണന കൊടുക്കുന്ന സമയത്ത്, അയാൾക്ക് ഉത്തരവാദിത്വം കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് നിന്നു അഡ്വാൻസ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്, അയാൾക്ക് വളർച്ചയ്ക്കുള്ള അവസരം ഉണ്ടാകും. സ്വാഭാവികമായിട്ടും എനിക്കൊരു പരിഗണന ലഭിക്കുകയാണെങ്കിൽ ആ ജോലി പറയും ഈ എന്നെ ഫുൾ ഡിസൈൻ ചെയ്തോ, ഈ എന്നെ ചെയ്തിട്ടോ, പ്ലാൻ കൺട്രോൾ ചെയ്തിട്ടോ, ഈ എന്നെ ഹാൻഡിൽ ചെയ്യുന്ന പറയുന്ന സമയത്ത് ഐ ഗെറ്റ് അല്ലേ, എനിക്കൊരു റെക്കഗ്നിഷൻ അവിടെ ലഭിക്കുകയാണ്. സോ ഐ ആം എക്സ്ട്രീംലി ഹാപ്പി. ഇതെന്ത് ചെയ്യുന്നു, ആ ജോലി കൃത്യമായിട്ട് ചെയ്യുവാൻ അല്ലെങ്കിൽ ആ ജോലി കൂടുതൽ ഉഷാറായിട്ട് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, അതൊരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഹെർസ്ബർഗിൻ്റെ തിയറി. ഇനി ജോബ് എൻലാർജ്മെൻറ്റ്, ജോബ് എൻറിച്ച്മെൻറ്റ് തമ്മിൽ ഡിഫറൻസ് ആണ് നോക്കുന്നത്. മീനിങ് നോക്കിക്കഴിഞ്ഞാൽ ജോബ് എൻലാർജ്മെൻറ്റ് പറഞ്ഞതാണ് എ ടെക്നിക് ഓഫ് ജോബ് ഡിസൈനിങ് ഇൻ വിച്ച് ദ ടാസ്ക് റിലേറ്റഡ് ടു സിംഗിൾ ജോബ് ഓർ ഇൻക്രീസ്ഡ് നോൺ ആസ് ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജോബിലൂടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ അഡീഷണൽ ടാസ്കുകൾ കൂട്ടുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണിത് ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ജോബ് എൻറിച്ച്മെൻറ്റ് പറഞ്ഞതാണ് എ മാനേജ്മെൻറ്റ് ടൂൾ യൂസ്ഡ് ടു മോട്ടിവേറ്റ് എംപ്ലോയീസ് ബൈ ആഡിങ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ ദി ജോബ് ഇസ് നോൺ ആസ് ജോബ് എൻറിച്ച്മെൻറ്റ്. നിലവിലുള്ള ജോലിയോട് കൂടി കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ആഡ് ചെയ്ത് കൊണ്ടെന്ത് ചെയ്യുന്നു, നമ്മുടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യണമെന്ന് പറയുന്ന പേരാണിത് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ്ലി എക്സ്പാൻഡിങ് ദ സ്കോപ്പ് ഓഫ് ജോബ്. നമ്മളെന്താണ് ജോലിയുടെ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ്ലി എക്സ്പാൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് 12 മണിക്കൂർ ജോലിയുള്ളത് 14 മണിക്കൂറായിട്ട് വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ്ലി എക്സ്പാൻഡ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത്, ജോബ് എൻറിച്ച്മെൻറ്റ് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ്ലി എക്സ്റ്റെൻഡ് ചെയ്യുന്ന റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് പെർഫോമഡ് ബൈ എ ജോബ്. ഒരു ജോലിയിൽ എന്ത് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എക്സ്പാൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഉത്തരവാദിത്തങ്ങൾ ആഡ് ചെയ്യുന്നു, അയാളുടെ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാൻ പറയുന്നു. ഇങ്ങനെ ക്വാളിറ്റേറ്റീവായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു ഡിക്രീസ് ദി ബോർഡം ഇൻ പെർഫോമിങ് ഇൻ റിഡൻഡന്റ് ടാസ്ക്, ബോർഡ് ഒഴിവാക്കുന്നു, ഡിക്രീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് ടു മേക്ക് ദ ജോബ് മോർ ചാലഞ്ചിങ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് കൂടുതൽ ചാലഞ്ചിങ് ആക്കുക, ഇൻട്രസ്റ്റിംഗ് ആക്കുക, ആൻഡ് ക്രിയേറ്റീവ് ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഔട്ട്കം എന്താണ് മേ ഓർ മേ നോട്ട് ബി പോസിറ്റീവ്. ഞാൻ ചിലപ്പോൾ പറയുകയാണെങ്കിൽ 14 മണിക്കൂറിന് കഴിയില്ലോ, 16 മണിക്കൂർ എന്നോട് കഴിയില്ല, അതൊന്നും നടക്കൂല കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ അത് നെഗറ്റീവായി. അങ്ങനെ വെച്ചാൽ സ്വീകരിക്കുകയാണെങ്കിൽ അത് പോസിറ്റീവായും ചെയ്തു. അപ്പം എന്താണ് ജോബ് എൻലാർജ്മെൻറ്റിൽ ഔട്ട്കം പോസിറ്റീവ് ആകാൻ ചാൻസ് ഉണ്ട്, നെഗറ്റീവ് ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മറ്റൊരിടത്ത് അങ്ങനെയല്ല. അത് റിസൾട്ട് ഓഫ് ജോബ് എൻറിച്ച്മെൻറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഇന്നെ പിടിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ തന്നെ ഫുൾ തീരുമാനിക്കേണ്ട ആൾ, ഇത് ഫുള്ള് നിങ്ങളെ കയ്യിലാട്ടോ, ഇത് നിങ്ങൾ തന്നെ ഡീൽ ചെയ്യേണ്ട പറഞ്ഞ സമയത്ത് നമ്മളെന്ത് സ്വാഭാവികമായിട്ടാണ് ഇത് ഫുള്ള് ഞാൻ തന്നെ കേട്ടോ, ഇതിൻ്റെ മെയിൻ ഞാൻ തന്നെ കേട്ടോ എന്നുള്ള തോന്നൽ ആർക്കുണ്ടാക്കും, എംപ്ലോയീസിൻ്റെ മനസ്സിലുണ്ടാക്കും. സ്വാഭാവികമായിട്ട് എന്താണ് അത് അവരിലേക്കൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. റിക്വയർമെൻറ്റ് ഓഫ് അഡീഷണൽ സ്കില്ല്, അതിന് അഡീഷണൽ സ്കില്ല് പ്രത്യേകിച്ച് ഒന്നുമില്ല. ജോബ് എൻലാർജ്മെൻറ്റ് ആവശ്യമൊന്നുമില്ല, അഡീഷണൽ സ്കില്ലൊന്നും ആവശ്യമില്ല. പക്ഷേ ജോബ് എൻറിച്ച്മെൻറ്റ് എന്താണ് ഇറ്റ് ഈസ് റിക്വയർഡ്, അത് ആവശ്യമാണ്. എപ്പോഴും എന്താണ് അഡീഷണൽ സ്കില്ല് റിക്വയർഡായിട്ട് വരുന്നു. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലാണ്. എന്താണ് നിലവിലുള്ള ജോലിയോട് കൂടിയിട്ട് എന്താണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. എക്സ്പാൻഷൻ ഹൊറിസോണ്ടൽ നേരെ പോവുകയാണ്. മറ്റ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ കുത്തനെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നു, തീരുമാനങ്ങൾ എടുക്കാൻ കപ്പാസിറ്റി കൊടുക്കുന്നു. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലായിട്ടുള്ള എക്സ്പാൻഷനോട്ട് വരുന്നത്. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ജോബ് എൻലാർജ്മെൻറ്റിൽ മോർ സൂപ്പർവിഷൻ വരുന്ന സമയത്ത്, ജോബ് എൻറിച്ച്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് അത് കമ്പാരിറ്റീവ്ലി ലെസ് ആയിട്ട് എന്തെങ്കിലും കുറക്കുന്നു. സൂപ്പർവിഷൻ വലിയ സൂപ്പർവിഷനോ കാര്യങ്ങളൊന്നും എന്തില്ല അതിലുണ്ടാവില്ല. അപ്പോൾ രണ്ട് കോൺസെപ്റ്റും തമ്മിൽ എന്ത് ചെയ്താൽ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത്. ഒന്ന് ജോബ് എൻറിച്ച് ചെയ്യാണ്, എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്ത് ചെയ്യുന്നു അയാൾക്ക് റിച്ച്മെൻറ്റ്, നമ്മൾ റിച്ചാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല, സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്ന ഒരു ടേമാണ് എന്ത് റിച്ച്മെൻറ്റ്, റിച്ചാക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് കൂടുതൽ കപ്പാസിറ്റി, അയാളുടെ കഴിവിനെ അംഗീകരിക്കുന്നു, അയാൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു പവർ കൊടുക്കുന്നു, അധികാരങ്ങൾ കൊടുക്കുന്നു, അയാൾ സൂപ്പർവിഷൻ എന്ത് ചെയ്യുന്നു കുറക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അയാൾ സ്വാഭാവികമായിട്ട് എന്താണ് ഇൻട്രൻസിക്കലി മോട്ടിവേറ്റഡ് ആവും. രണ്ട് മോട്ടിവേഷൻ ഇൻട്രൻസിക്കലി ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തായിരുന്നു അത് ജോലിയെ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുന്നത് നമ്മളെ ബാധിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ജോബ് എൻറിച്ച്മെൻറ്റ് ഫീച്ചേഴ്സായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റും ഇൻക്രീസ്ഡ് മോട്ടിവേഷൻ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ്ഡ് മോട്ടിവേഷൻ പെർഫോമൻസ് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നു. അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതേപോലെ എന്താണ് റെഡ്യൂസ് ആബ്സെൻറ്റീസം കുറയും. നമ്മൾ സ്വാഭാവികമായിട്ടും പിന്നെ ലീവാക്കാൻ നിൽക്കില്ല, ഇതിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ, ഞാൻ പോകാൻ നിർബന്ധമാണല്ലോ എന്ന് ചിന്ത ഉണ്ടാകും. എന്ത് ചെയ്യുന്നു കൂടുതൽ ആബ്സെൻറ്റീസം കുറക്കാൻ സാധിക്കും. ജോബ് എൻറിച്ച്മെൻറ്റ് ഫീച്ചേഴ്സാണ്. പിന്നെ എന്ത് ചെയ്യുന്നു മോർ ഓട്ടോണമി ഈസ് പ്രൊവൈഡ് ടു വർക്കേഴ്സ് ഫോർ പെർഫോമിംഗ് ജോബ്. ഇറ്റ് വിൽ ഇൻട്രൊഡ്യൂസ് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അവരുടെ മുന്നിലേക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കുന്നു. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കാനുള്ള അധികാരം എനിക്ക് തന്നെയാണ്, ഞാൻ പോയില്ലെങ്കിൽ ശരിയാവില്ല, ഇതൊക്കെ എൻ്റെ ഇതിൽ തന്നെയാണെന്ന് തോന്നുന്നുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് തരാം അവർക്ക് ഉത്തരവാദിത്തം വർദ്ധിക്കുന്നു, എസ്റ്റീം വർദ്ധിക്കുന്നു, അതൊക്കെയാണ് തന്നെ. അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഓഫ് ദി വർക്ക്,
വർക്കേഴ്സിൻ്റെ സ്റ്റാറ്റസ് എന്തെന്ന് വർദ്ധിക്കുന്നു ഇത് ചെയ്യുന്നതോട് കൂടിയിട്ട്. ഇറ്റ് ഹെൽപ്സ് ഓർഗനൈസേഷൻ ടു ബിക്കം മോർ ഇഫക്റ്റീവ് ഓർഗനൈസേഷൻ. ഇങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, കൂടുതൽ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുവാനുള്ള സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ഓർഗനൈസേഷൻ ടു ബിക്കം എ മോർ ഇഫക്റ്റീവ് ഓർഗനൈസേഷൻ. സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഓർഗനൈസേഷൻ. കാരണം എന്താണ്, എല്ലാ എംപ്ലോയീസും വളരെ ആത്മാർത്ഥമായിട്ട് 100% സമർപ്പിതമായിട്ട് എന്താണ് വർക്ക് ചെയ്യാണ്. അതെന്താണ് എഫക്റ്റീവായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ദെൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പാസ്ഡ് ടു എംപ്ലോയീസ് ആസ് ഫോർ ആസ് ദ വർക്ക് അണ്ടർസ്റ്റഡ് ടു ഹിം കൺസേൺ. അതോറിറ്റി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിന്ന് ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നതോട് കൂടിയിട്ട് ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്, അതോറിറ്റി അവർ തമ്മിൽ നാമസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ ഉണ്ടാക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എന്തുണ്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതാണ് ഇതിൻ്റെ മെത്തേഡ്സ്, ജോബ് ഡിസൈൻ്റെ മെത്തേഡ്സ് ഡിഫറൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇതാക്കളുടെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ, അപ്പോൾ ജോബ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടത് മാൻ പവർ പ്ലാനിങ് എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് കാര്യങ്ങൾ എന്താണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.